ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസി. അപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയായിരിക്കും എനിക്ക് പനിയായിട്ട് സൗണ്ട് ഫുള്ള് പോയിരിക്കണം. അപ്പോൾ ഞാൻ 2-3 ദിവസം കൊണ്ട് വീഡിയോ ഇടാം ലൈവ് ഇടാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കറക്റ്റ് ടൈമിൽ വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് ഗാലറിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ NABH തുടങ്ങിയതിന് ശേഷം എനിക്ക് കണ്ടിന്യൂസ് ഡബിൾ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ കുറേ ദിവസത്തെ കേട്ടോ കുറേ നമ്മുടെ ഒരു മാസത്തോളം അങ്ങോട്ടുള്ള കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ നമ്മൾ NABH പാസ്സായിട്ടുണ്ട് കേട്ടോ, ഫസ്റ്റ് എഡിഷൻ. അപ്പം നമ്മൾ അതിൻ്റെ കുറേ കഷ്ടപ്പാട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞു വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങനെ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ടും പിന്നെ ഫോൺ നമുക്ക് ഇങ്ങനെ NABH വർക്കപ്പോൾ ഫോൺ എടുക്കാമായിരുന്നു. പക്ഷേ ഫോൺ എടുത്താൽ തന്നെയും മാമൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ പരമായിട്ടുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡീറ്റെയിൽ ഇട്ടൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടുമില്ല. അപ്പോൾ ഉള്ള വീഡിയോസൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ആക്കാതെ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര ലേറ്റ് ആയിട്ടോ, പെട്ടെന്ന് ഇൻട്രോ എടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ആക്ച്വലി എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു. പക്ഷേ രാവിലെ മാം വിളിച്ചിട്ട് NABHൻ്റെ കുറേ പേപ്പർ വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ മാമിനെ വിളിച്ചിട്ട് ചോദിച്ചു മോർണിംഗ് പ്ലസ് ഈവനിങ് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ പെട്ടെന്ന് റെഡിയാകാം കേട്ടോ. ഞാൻ എന്തായാലും പോട്ടെ, സമയം ഒരുപാടായി, 8 മണി 8:15 8:20 കഴിഞ്ഞു. ഓക്കെ ബായ്, ഞാൻ പോട്ടെ. ഞാൻ അവിടെ ചെന്നിട്ട് ഫോൺ എടുക്കാൻ പറ്റത്തില്ല. സോ ഞാൻ ചിലപ്പോൾ അറിയത്തില്ല. അപ്പം ഞാൻ എന്തായാലും വരുന്ന വഴിയൊക്കെ കാണിക്കാമെന്ന് വെച്ചാൽ എന്തായാലും വീഡിയോ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് 2 കേക്കും ഒരു ജ്യൂസ് കാണുന്നില്ല, ജ്യൂസൊക്കെ വാങ്ങി ഞാൻ പൊക്കച്ചിട്ടിട്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അവിടെ മണ്ട എന്താണെന്ന് അറിയത്തില്ല, കറി അളിഞ്ഞ കറിയായിരിക്കും. അപ്പോൾ എനിക്ക് ഡബിൾ ഡ്യൂട്ടി ചെയ്തിട്ട് എനിക്ക് തലവേദന എടുത്തിട്ട് ഞാൻ 2-3 ചായക്കടയിൽ കയറി. അപ്പോൾ ചായ തീർന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് എനിക്ക് ശരിക്കും വിശക്കൊന്നും ഉണ്ട്, എന്താ കറിയെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു 2 കേക്കെങ്കിലും തന്നെ ചോറ് തിന്നും കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് വിശക്കും. ഞാൻ ഇതുവരെ കണ്ടത് ഒരു ദിവസത്തെ കേട്ടോ. അപ്പോൾ എൻ്റെ ഫോൺ ഉള്ളിലുള്ളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം നമ്മുടെ ഹെഡ്ലൈൻസ് കാര്യങ്ങളൊക്കെ രജിസ്റ്റേഴ്സിൻ്റെ ഹെഡ്ലൈൻസൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞാനതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇതെല്ലാവരും പോയി കഴിഞ്ഞിട്ട് വൈകിട്ടൊക്കെയാണ് കേട്ടോ. അപ്പം ഓരോരുത്തർക്ക് കൊടുക്കുന്ന വർക്ക് ഓരോരുത്തർ തീർക്കണം. അപ്പോൾ ഞാനത് ഉള്ളതുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആരും ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ ഇറങ്ങാൻ നേരം ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ട് ഇറങ്ങുവാണ്. അത്രയും ഒരു ദിവസം കേട്ടോ. അങ്ങനെ എല്ലാം കുഞ്ഞു വീഡിയോസാണ്. ഇത് പിറ്റേ ദിവസം കേട്ടോ. ഞാനത് മൊത്തം ഫിനിഷ് ചെയ്ത് ഒരു 10-200 പേജ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുത്തിയിരുന്ന് എഴുതിയതാണ് കാണിക്കുന്നത്. അത് മൊത്തം എഴുതി പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ആ രജിസ്റ്റർ. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് ഞാൻ ശരിക്കും ഷോർട്ട് ഇടാമെന്ന് വിചാരിച്ചെടുത്തതാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് കുഴഞ്ഞടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ചായ, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫോൺ എടുക്കാം, പക്ഷേ ഇങ്ങനത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഇൻചാർജസ് ആണെങ്കിലും NS മേഡം ആണെങ്കിലും ശ്രാവൺ സാർ ഒക്കെ കുറേ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഫോൺ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഷോർട്ട് എടുത്തിട്ടാണ് ഷോർട്ട് അപ്ലോഡ് ചെയ്ത്. ഞാൻ വെച്ചാൽ ഒന്ന് ലോങ് വീഡിയോ ഒക്കെ, കാരണം ഇതിപ്പോൾ 3-4 ദിവസം ഉണ്ട്, ഇനിയുണ്ട്. ഓഗസ്റ്റ് 8-നാണ് NABH. ഇന്നിപ്പോൾ 2 ഉള്ളൂ. ഇനി അങ്ങോട്ട് ഞാൻ ക്ഷീണിച്ച് കൈസി ഇട്ടേക്കുന്ന ടോപ്പ് പോലും എനിക്ക് ലൂസായി. അപ്പോൾ അത് എല്ലാവരും പോയി. എൻ്റെ വർക്ക് തീർന്നിട്ടില്ല കേട്ടോ. എനിക്ക് വർക്കുണ്ട്, എല്ലാവരുടെ വർക്കും തീർന്നിട്ടില്ല. പക്ഷേ എല്ലാവരും പോയി, ഇൻചാർജസും മാമും ഒക്കെ പോയി. പിന്നെ ഒരാളുണ്ട്, പുള്ളിക്കാരി മുകളിൽ പോയിക്കുവാണ് എന്തോ സൈൻ അടിക്കാൻ എന്തോ. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് സൂപ്പർവൈസിങ് ഉണ്ട്, അതുകൊണ്ട് ഈ റൂമിൽ നിന്ന് പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാനിവിടെ ഈ റൂമിനെ പിന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ NABH കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ NABH കഴിഞ്ഞിട്ടാകുമ്പോൾ പ്രശ്നം കാണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് NABH കഴിഞ്ഞു. ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഞാൻ പോയി ഡ്രസ്സ്, അവൾമാർ ഇവിടെ താഴെ വന്നിട്ട് വിളിച്ചതിനിടയ്ക്ക് ഞാൻ പോയി ഡബിൾ ഡ്യൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് കൊടുത്തിട്ട് വന്നു. ഇതിനിടയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കാര്യം വിഴുങ്ങിക്കൊണ്ട് ഓടിയത്. അവിടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ ഇവിടെ അപ്പുറത്ത് തന്നെ കേട്ടോ കൊടുത്തത്. അതെല്ലാം കൊടുത്തു, എല്ലാം സെറ്റാക്കി വന്നു. എനിക്ക് മര്യാദയ്ക്ക് അവിടെ ഒന്ന് പറയാൻ പോലും പറ്റിയില്ല. എന്തൊക്കെയോ തളവള പറഞ്ഞിട്ട് വന്നു, അങ്ങനെ തിക്കണം ഇങ്ങനെ തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. വലിയ രീതിയിലൊന്നും തയ്ക്കുന്നില്ല കേട്ടോ, കാരണം നമുക്ക് ഒറ്റ പ്രാവശ്യമേ ഇടൂ. കാരണം
വേറെ ടൈമിൽ അങ്ങനെ സാരി ഉടുക്കേണ്ടത് വരുന്നില്ലല്ലോ നമുക്ക്. സോ ഒറ്റ പ്രാവശ്യം ഉടുക്കത്തുള്ളായിരിക്കും. അതുകൊണ്ട് വലിയ കാശ് മുടക്കിയിട്ട് അങ്ങനെ ഡിസൈൻസ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് നോർമലി ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം എന്താ, ഇനി ലിപ്സ്റ്റിക് ഇടാതെ നമുക്ക് ഒരുമാതിരി ഇരിക്കും, അല്ലേലേ ചത്തിരിക്കുക 3-4 ദിവസം കൊണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഇവിടുത്തെ ഫുഡ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഫുഡ് കുറച്ച് മെനയുണ്ട്. ഉച്ചയ്ക്കത്തെ ഫുഡ് പിന്നെ മെനയുള്ളതുകൊണ്ട് ഒരു വിഷയമല്ല. പിന്നെ നമുക്ക് ചായ ചോക്ലേറ്റ് അതൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പണിയെടുക്കുമല്ലോ. അപ്പോൾ ഞാനെന്തായാലും പണിയെടുക്കട്ടെ. എനിക്കിതിനി ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചെയ്യാനുണ്ട്. തലപ്രാന്ത് എടുക്കുക. നാളെ എനിക്ക് സൺഡേ ആയിട്ട് എനിക്ക് ഓഫ് ഇട്ട് തരാം. ഞങ്ങൾക്ക് സ്റ്റുഡൻസിനൊക്കെ ഓഫ് ഇട്ടു. ഇൻചാർജന്മാരൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് ഓഫ് ഇട്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് NS മാം വന്നിട്ട് പറഞ്ഞു 10 മണിക്ക് വരണം, ഇവിടെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നാളെ ഇനി 10 മണിക്ക് വരണം. അപ്പോഴേക്കും വേറെ പുള്ളിക്കാരി സൂപ്പർവൈസിങ്ങിലുള്ള ഒരാൾ എനിക്ക് നാളെ രജിസ്റ്റർ പണി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൻ്റെനൻസിലുള്ള അതും പണി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണിയെടുത്ത് മടുത്ത് ഗൈസ്. പിന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിന്ന് ചെയ്യണ്ട, ഇരുന്ന് ഒരു റൂമിൽ ഇരുന്ന് സുഖമായിട്ട് ചെയ്യാം. പുറമേനെ എടുക്കും, അത്രേ ഉള്ളൊരു കഷ്ടപ്പാട്. പിന്നെ ഉറക്കവും വരും. സോ എന്തായാലും നിൽത്തുന്ന അയ്യോ എൻ്റെ നടുവൊന്ന് കൈ നോക്ക് ഞൊട്ട കേൾക്കുന്നു ഗൈസ്. 170 എത്രയോ പേജുള്ളതിൽ ഞാൻ 50 പേജ് അങ്ങനെ സക്സസ്ഫുള്ളി എഴുതിയിരിക്കുന്നു. 7:30 കഴിഞ്ഞു ഗൈസ്, 7:45. അപ്പോൾ ഞാൻ എന്തായാലും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പുറത്ത് പോയി സിസ്റ്റർമാരെ കൊണ്ട് 2 വരി എഴുതിപ്പിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അയ്യോ എൻ്റെ നടു എല്ലാം ഓഫ് ചെയ്യട്ടെ. അയ്യോ AC-യുടെ സ്വിച്ച് അവിടെ. അതെന്തിൻ്റെതാണ്? എല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. AC റിമോട്ട് എത്തി, അത് ഞാൻ ഓഫ് ചെയ്തു ഗൈസ്. വേറെ ഒന്നുമില്ല. അയ്യോ ഞങ്ങളുടെ ഫ്ലോറിലെ സ്റ്റാപ്ലെയറിൻ്റെ പിന്ന് നാളെ വന്നിട്ട് ചോദിക്കും, സ്റ്റാപ്ലെയറിൻ്റെ പിന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഓക്കെ, AC റിമോട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ, നാളെ വന്ന് എടുക്കാനുള്ളതാണ്. പിന്നെന്തുവാ, തല പൊളിയുന്നു ഗൈസ്. പെൻസില് സ്കെയിൽ ഫ്ലോറിൽ കൊണ്ടുവരണം. പെൻസിൽ ഇവിടെ തന്നെ ഇരിക്കട്ടെ. പേന വെച്ചിട്ട് പോവാം. ഈ പെയിൻറ്റി പോവാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി എഴുതിച്ച് പാസ്സായിട്ടുണ്ട്. സൗണ്ട് വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.